നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ, അതായത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിലേക്ക് ഇപ്പോൾ ചില പോസ്റ്റുകളിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മിനിമം ഡിഗ്രി അല്ലെങ്കിൽ BCom ഒക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ധാരാളം പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 16/2/2024 വന്നിട്ടുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത് പോസ്റ്റായിട്ട് എൻവയോൺമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് ഉണ്ട്. 1/2024 ഒരു വേക്കൻസിയാണുള്ളത്. MSc അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻവയോൺമെൻറ്റൽ ടെക്നോളജി അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ ഏതെങ്കിലുമുള്ള MSc അല്ലെങ്കിൽ MTech ആണ് ഇതിലേക്ക് വേണ്ട യോഗ്യത. 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് 25-40 ആണ്. എൻവയോൺമെൻറ്റൽ സ്ക്രീനിങ്ങും മോണിറ്ററിങ്, എൻവയോൺമെൻറ്റൽ സേഫ് ഗാർഡിംഗ് ഒക്കെയാണ് ഇതിൻ്റെ ജോലിയായിട്ട് വരിക. അടുത്ത പോസ്റ്റ് പ്രൊക്യൂർമെൻറ്റ് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റാണ്. അതിലേക്കും MTech സിവിൽ വിത്ത് 60% മാർക്കാണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത്. 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 25-40 തന്നെയാണ് അതിൻ്റെയും ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. അടുത്ത പോസ്റ്റ് കൺസ്ട്രക്ഷൻ സ്പെഷ്യലിസ്റ്റാണ്. MTech വിത്ത് സിവിൽ 60% മാർക്കാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 25-40 വയസ്സാണ് അതിൻ്റെയും ഏജ് ലിമിറ്റായിട്ട് പറയുന്നത്. നാലാമത്തെ പോസ്റ്റ് സോഷ്യൽ സ്പെഷ്യലിസ്റ്റാണ്. അതിലേക്ക് MSW വിത്ത് 60% മാർക്ക് മാൻഡേറ്ററി ആയിട്ടാണ് പറയുന്നത്. 5 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 25-40 വയസ്സാണ് അതിൻ്റെയും ഏജ് കണക്കാക്കുന്നത്. എക്സ്റ്റേണൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് MTech ആണ്. വിത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 60% മാർക്കാണ്. BTech ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്തും 60% മാർക്ക് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട്. 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ആറാമത്തത് മൾട്ടി ടാസ്കിംഗ് ഓഫീസേഴ്സാണ്. MTO പോസ്റ്റാണ്. അതിലേക്ക് 4 വേക്കൻസിയാണുള്ളത്. ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്കാണ്. എനി ഡിഗ്രിയാണ് പറയുന്നത്. സ്പെഷ്യൽ ഒരു ഡിഗ്രിയുടെ അങ്ങനെ പറയുന്നില്ല. ഏതെങ്കിലും ഒരു ഡിഗ്രി വിഷയത്തിൽ നിങ്ങൾക്ക് 60% മാർക്കോട് കൂടിയിട്ടുള്ളൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. 2 വർഷത്തെ ഓഫീസ് മാനേജ്മെൻറ്റ് എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 25-35 വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റായിട്ട് ചോദിക്കുന്നത്. ഫിനാൻസ് മാനേജർ പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് BComലുള്ള 60% മാർക്കോട് കൂടിയിട്ടുള്ള ഡിഗ്രിയാണ് വേണ്ടത്. 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 35 വയസ്സ് തന്നെയാണ് അതിൻ്റെയും ഏജ് ലിമിറ്റായിട്ട് ചോദിക്കുന്നത്. അക്കൗണ്ടൻറ്റ് പോസ്റ്റ് ഉണ്ട്. അതിലേക്ക് BCom വിത്ത് 60% മാർക്കാണ്. 1 ഇയർ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട്. 25-35 വയസ്സ് തന്നെയാണ് അതിൻ്റെയും ഏജ് കണക്കാക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഇത് പറയുന്നത് 20/2/2024 മുതൽ 5/3/2024 വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമും കാര്യങ്ങളും ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ അതായത് നിങ്ങൾക്കൊരു 2 മാസത്തിനകത്ത് ഇതിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ അവർ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 ഇയർ ആയിട്ട് കോൺട്രാക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 1 ഇയറിലേക്കാണ് ഇതിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടാവുക. അപ്പോൾ കൂടുതലായിട്ടുള്ള വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നത് 1/1/2024 നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.